എല്ലാവർക്കും നമസ്കാരം. SLC മാത്സിന്റെ ക്രിസ്മസ് എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ക്വസ്റ്റ്യൻ നമ്പർ 18 വരെ ഡിസ്കസ് ചെയ്തായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ബാക്കി ക്വസ്റ്റ്യൻസ് കൂടെ നോക്കാം. 19ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, പ്രൂവ് ദാറ്റ് ദ ലെങ്ത് ഓഫ് ടു ടാൻജൻസ് ടു എ സർക്കിൾ ഫ്രം എ പോയിന്റ് ഔട്ട്സൈഡ് ദ സർക്കിൾ ആർ ഈക്വൽ. എന്താണ് പറഞ്ഞിരിക്കുന്നത്? പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. പ്രൂവ് ദാറ്റ് ദ ലെങ്ത് ഓഫ് ടു ടാൻജൻസ് ടു ദ സർക്കിൾ ഫ്രം എ പോയിന്റ് ഔട്ട്സൈഡ് ദ സർക്കിൾ ആർ ഈക്വൽ. അതായത് ഒരു ടാൻജന്റ് ഉണ്ട്, ഒരു സർക്കിൾ ഉണ്ട്, അതുപോലെ തന്നെ ഒരു പോയിന്റ് ഔട്ട്സൈഡ് ഒരു പോയിന്റ് ഉണ്ട്. അങ്ങനെ ഒരു സർക്കിളാണ്, ഔട്ട്സൈഡ് ഒരു പോയിന്റ് ഉണ്ട്. അപ്പോൾ ആ പോയിന്റിൽ നിന്നും സർക്കിളിലേക്ക് എങ്ങനെയാണ് നമ്മൾ ഒരു ടാൻജന്റ് വരയ്ക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് പറഞ്ഞിരിക്കുന്നത്? അത് ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യാനാണ്. ആ ലെങ്ത്, ടാൻജന്റൽ ലെങ്ത് എന്ന് പറഞ്ഞിരിക്കുന്നത് ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ദാറ്റ്സ് എ ക്വസ്റ്റ്യൻ. ഇത് പ്രൂഫായിട്ട് തന്നെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഉള്ള കാര്യം തന്നെയാണ്. അപ്പം നമുക്ക് നോക്കാം. ഞാനിവിടെ ആൻസർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ചിത്രം ഈ ഒരു രൂപത്തിലാണ് വരുന്നത്. ഔട്ട്സൈഡ് പോയിന്റ് P ആണ് കേട്ടോ. ദെൻ അവിടെ നിന്ന് സർക്കിളിലേക്ക് ടാൻജന്റ് വരച്ചു, PAയും PBയും. അപ്പം നമുക്ക് പ്രൂവ് ചെയ്യേണ്ടതാണ് ഇത് PAയും PBയും ഈക്വൽ ആണെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. മനസ്സിലായല്ലോ? അപ്പം ഫിഗർ വരയ്ക്കട്ടെ. ഫിഗർ ഇമ്പോർട്ടൻ്റ് ആണ്, ഫിഗർ വരയ്ക്കണം. എന്നിട്ട് ഫിഗറിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ എഴുതുക കേട്ടോ. In the figure, O is the center of the circle and P is a point outside the circle. The tangents drawn from P to the circle meets at the circle at A and B. മനസ്സിലായല്ലോ? അപ്പം P ആണ് ഔട്ട്സൈഡിലുള്ള പോയിന്റ്. അവിടെ നിന്ന് സർക്കിളിലേക്ക് ടാൻജന്റ് വരച്ചിരിക്കുന്നു. അപ്പം അത് അവിടുന്ന് മീറ്റ് ചെയ്യുന്ന പോയിന്റ് ഏതൊക്കെയാണ്? എയും ബിയും ആണ്. നമുക്കറിയാം ആംഗിൾ എയും ഇല്ലേ, പിന്നെ പറയണം നമുക്കറിയാം ഇത് റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആണ്. അതായത് ആംഗിൾ എയും ഇത് 90 ഡിഗ്രി ആണ് വരുന്നത്. ആംഗിൾ എയും ആംഗിൾ ബിയും ഈക്വൽ ആണ്, അതായത് 90 ഡിഗ്രി ആണ് ഇല്ലേ. നമുക്ക് പഠിച്ചിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ നമുക്കറിയാം റേഡിയസ് OAയും OBയും എങ്ങനെയാണ്? ഈക്വൽ ആണ്. അങ്ങനെ ആവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ രണ്ട് റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ഇവിടെ കൺസിഡർ ചെയ്യും. അതായത് ഏതൊക്കെയാണ്? OAP കേട്ടോ. ഈ ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിളും അതുപോലെ തന്നെ OBP നമ്മൾ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം PA എന്ന് പറയുന്നത് ഇത് അല്ലേ. PA എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? ഒരു സൈഡ് അല്ലേ. അപ്പോൾ നമുക്ക് എഴുതാം PA ഈസ് ഈക്വൽ ടു OP സ്ക്വയർ. ഇത് ഹൈപ്പോട്ടന്യൂസ് ആയിട്ട് വരും അല്ലേ. ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ മൈനസ് OA സ്ക്വയർ എന്ന് എഴുതാം PAയുടെ കേസിൽ. അതുപോലെ തന്നെ PBയുടെയും കേസിൽ എഴുതാമല്ലോ. OP സ്ക്വയർ മൈനസ് OB സ്ക്വയർ എന്ന് എഴുതാം. അപ്പോൾ നമുക്കറിയാം അത് രണ്ട് ഈക്വൽ ആണല്ലോ വരുന്നത്. അപ്പോൾ PA ഈസ് ഈക്വൽ ടു PB നമുക്ക് എഴുതാം. PA ഈസ് ഈക്വൽ ടു PB. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഈ എഴുതിയിരിക്കുന്ന കാര്യങ്ങളൊക്കെ എഴുതിയെടുക്കുക കേട്ടോ. മനസ്സിലാക്കിയിട്ട് തന്നെ നോക്കി എഴുതിയെടുക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. അതും പ്രൂവ് ചെയ്യാനുള്ളതാണ് കേട്ടോ. പ്രൂവ് ദാറ്റ് ദ റേഡിയസ് ഓഫ് ദി ഇൻസർക്കിൾ ഓഫ് എനി ഈക്വലാറ്റർ ട്രയാംഗിൾ ഈസ് ഹാഫ് ദ റേഡിയസ് ഓഫ് ദി സർക്കം സർക്കിൾ. അതായത് ഒരു ഇൻസർക്കിൾ, ഒരു ഈക്വലാറ്റർ ട്രയാംഗിൾ, നമ്മൾ ഈക്വലാറ്റർ ട്രയാംഗിൾ ഇവിടെ കൺസിഡർ ചെയ്യുകയാണ്. ഈക്വലാറ്റർ ട്രയാംഗിൾ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? നമുക്കറിയാം 3 അല്ലേ ആംഗിൾ എത്രയാണ്? ഒരുപോലെ 60 ഡിഗ്രി വരും ഇല്ലേ. അതാണ് ഈക്വലാറ്റർ ട്രയാംഗിൾ എന്ന് പറഞ്ഞിരിക്കുന്നത്. ദെൻ അതിൻ്റെ ഉള്ളിൽ ഒരു സർക്കിൾ ഉണ്ട്. ഇവിടെയുണ്ട് ഇൻസർക്കിൾ എന്ന് പറയും അല്ലേ. എന്നാണ് പറഞ്ഞിരിക്കുന്നത്? ദ റേഡിയസ് ഓഫ് ദി ഇൻസർക്കിൾ. അപ്പോൾ ഇൻസർക്കിൾ ഉണ്ടല്ലോ, അതിൻ്റെ റേഡിയസ് എന്ന് പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്? ഹാഫ് ഓഫ് ദ റേഡിയസ് ഓഫ് ദി സർക്കം സർക്കിൾ. സർക്കം സർക്കിൾ ഉണ്ടല്ലോ, സർക്കം സർക്കിളിന്റെ റേഡിയസ്. സർക്കം സർക്കിൾ എന്ന് പറയുമ്പോൾ എന്താണ്? ഇങ്ങനെ വരും. ഈ റേഡിയസിന്റെ ഹാഫിനോട് ഈക്വൽ ആണെന്നാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. അതായത് ഈ റേഡിയസ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഈ ലെങ്ത് ഉണ്ടല്ലോ, ഇതിന്റെ ഹാഫിനോട് ഈക്വൽ ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. അതെന്താ അവിടെ കൊടുത്തിട്ടുണ്ട്? ആൻസർ ആക്കി നമ്മുടെ കൊടുത്തിട്ടുണ്ട്. ഫിഗർ നിങ്ങൾ കൃത്യമായിട്ട് വരയ്ക്കോട്ടെ. ഈക്വലാറ്റർ ട്രയാംഗിൾ ആണ്. ആംഗിൾ 60 നിങ്ങൾ അടയാളപ്പെടുത്തുക. മനസ്സിലായല്ലോ? then കാര്യങ്ങളൊക്കെ പറയോട്ടോ. in the figure ABC is a equilateral triangle. O is both the center of the circumcircle and the center of the incircle of ABC. കേട്ടോ, സർക്കംസർക്കിളും അതുപോലെ ഇൻസർക്കിളിന്റെ സെന്റർ ആണ് O എന്ന് പറഞ്ഞിരിക്കുന്നത്. ദി ഇൻസർക്കിൾ ടച്ചസ് BC at P. കേട്ടോ, ഇൻസർക്കിൾ ഉണ്ടല്ലോ, നോക്കിയേ ഇവിടെ നോക്കുക. ഇൻസർക്കിൾ ഉണ്ട്, ഇവിടുന്ന് ഓയിൽ നിന്ന് ഈ Pയിലേക്ക് അവിടെ ടച്ച് ചെയ്യുന്നുണ്ട്. നമുക്കറിയാം ഈ P എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രി ആണ്. അതുപോലെ തന്നെ ഈ ഒരു ട്രയാങ്കിൾ BPO കൺസിഡർ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഇവിടുത്തെ ടോട്ടൽ 60 ആണെന്നറിയാം. അപ്പോൾ BPO ആണെങ്കിൽ ഇവിടുത്തെ ആംഗിൾ 30 ഡിഗ്രി ആണെന്നറിയാം. ക്ലിയർ ആയല്ലോ? നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് തന്നെയാണ് OP എന്ന് പറഞ്ഞിരിക്കുന്നത് എന്തായിട്ട് പ്രൂവ് ചെയ്യണം? ഹാഫ് ഇൻറ്റു OB എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അത് നമുക്കറിയാവുന്ന കാര്യമാണല്ലേ. നമ്മൾ ട്രയാങ്കിൾ ഇതാ നോക്കുക, OPB ഈ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാണ്. ഇവിടെ OB എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? OB ഈസ് ഈക്വൽ ടു, അതായത് ഹൈപ്പോട്ടന്യൂസ് അല്ലേ. OB ഈസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം? അതായത് സൈൻ, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം sin 30 ഈസ് ഈക്വൽ ടു OP ഡിവൈഡ് ബൈ OB എന്ന് എഴുതാം. ശരിയല്ലേ? sin 30യുടെ വാല്യൂ നമുക്കറിയാം 1/2 ആണ് വരുന്നത്. 1/2 ഈസ് ഈക്വൽ ടു OP എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? റേഡിയസ് ഓഫ് ദി ഇൻസർക്കിൾ അല്ലേ. അതായത് OP എന്ന് വെച്ചാൽ റേഡിയസ് ഓഫ് ഇൻസർക്കിൾ ആണ്. ഇൻസർക്കിൾ. ദെൻ അതുപോലെ OB എന്ന് പറഞ്ഞാൽ എന്താണ്? സർക്കം സർക്കിൾ അല്ലേ. റേഡിയസ് ഓഫ് സർക്കം സർക്കിൾ ആണ്. റേഡിയസ് ഓഫ് സർക്കം സർക്കിൾ ആണ് അല്ലേ. അപ്പോൾ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താണ്? ഈ OP എന്ന് പറഞ്ഞിരിക്കുന്നത് 1/2 ഇൻറ്റു OB എന്ന് പ്രൂവ് ചെയ്യാമല്ലോ. നമുക്കിങ്ങനെ എഴുതാം. ഇതിനെ നമുക്കിങ്ങനെ എഴുതാമല്ലോ. sin 30 എന്ന് വെച്ചാൽ 1/2 വന്നു. അപ്പോൾ 1/2 ഈസ് ഈക്വൽ ടു റേഡിയസ്. അതായത് റേഡിയസ് എന്ന് വെച്ചാൽ ഇവിടെ OP ആണ്, ഇതെന്താണ്? OB ആണ് വരുന്നത്. മനസ്സിലായല്ലോ? നമുക്കിത് ഇങ്ങോട്ട് കൺവേർട്ട് ചെയ്യാം.
ഇങ്ങോട്ട് കൊണ്ടുവരാം, ഒ ബിനെ അങ്ങോട്ട് കൊണ്ടുവരാം. അപ്പം നമുക്ക് ഒ പിനെ അവിടെ നിർത്താമല്ലോ. അപ്പോൾ ഒ പി ഈസ് ഈക്വൽ ടു ഹാഫ് ഒ ബി എന്ന് നമുക്ക് എഴുതാം. Thus the radius of the incircle of any equilateral triangle is half of the radius of its circumcircle. മനസ്സിലാക്കി എഴുതിയെടുക്കുക കേട്ടോ. Then അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. In the figure O is a center of the circle. A line from the center of the circle cuts a chord into two parts. Find the radius of the circle. ഞാൻ നോക്കിയ ഫിഗർ നോക്കുക. O എന്ന് വെച്ചാൽ സെന്റർ ആണ്, സർക്കിളിന്റെ സെന്റർ ആണെന്ന് വേണ്ടിയിട്ടുണ്ട്. ഒരു ലൈൻ എങ്ങനെയാണ് ആ സെന്ററിന്റെ സർക്കിളിൽ നിന്ന് ഒരു കോഡിലേക്ക് അവിടെ വന്നിട്ടുണ്ട്. അതായത് ഇവിടുന്ന് ഇങ്ങോട്ട് ഒരു കോഡിലേക്ക് വന്നിട്ടുണ്ട്. അപ്പൊ റേഡിയസ് ഓഫ് ദി സർക്കിൾ ആണ് നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത്. സർക്കിളിന്റെ റേഡിയസ് കണ്ടുപിടിക്കണം. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇതിങ്ങനെ അങ്ങോട്ട് നീട്ടി ഇതങ്ങ് വരയ്ക്കുകയാണ്. അതായത് ഇങ്ങനെ നീട്ടി വരയ്ക്കുകയാണ്. അപ്പൊ ഇങ്ങനെ നീട്ടി വരയ്ക്കുമ്പോൾ നമുക്കറിയാം ഇത്ര എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്, ഇത്രയും ഈ പോർഷൻ എന്താണ് റേഡിയസ് ആയിട്ട് വരും ഇല്ലേ. റേഡിയസ് ആയിട്ടാണ് അത്രയും പോർഷൻ വരുന്നത്. അപ്പൊ ഇതെന്ന് വെച്ചാൽ റേഡിയസ് 6 ആണെന്ന് കണ്ടു ഇല്ലേ. അപ്പൊ ഈ ഇതെന്ന് പറഞ്ഞിരിക്കുന്നത് എന്ത് തന്നെയാണ്, 6 തന്നെയാണല്ലോ. ഇത്രയും വരുന്നത് 6 തന്നെയാണ്. അപ്പൊ ഈ പോർഷൻ നമുക്ക് എങ്ങനെ എഴുതാം, ഇവിടെ 2 ഉണ്ട്. അപ്പൊ ഈ പോർഷൻ നമുക്ക് R-2 എന്ന് എഴുതാം. ഇത്രയും ഈ ഒരു പോർഷൻ നമുക്ക് R-2 എന്ന് എഴുതാം. മനസ്സിലായല്ലോ. അപ്പൊ ഇത്രയും ഈ ടോട്ടൽ വരുന്നതിന് നമുക്ക് എങ്ങനെയാണ് R+2 എന്ന് എഴുതാമല്ലോ. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ള റിലേഷൻ ആണ്. അതായത് ഇവിടെ നമ്മൾ എക്സ് എന്നും വൈ എന്നും കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പി എക്സ്, അതായത് ഈ ഡിസ്റ്റൻസും ഈ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഇതും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് ഈക്വൽ ആണ് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ഇല്ല. അപ്പം നമുക്ക് എഴുതാം ഇത്ര എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്, R+2 ആണ്. R+2 ആണ്. അതുപോലെ തന്നെ ബാക്കി ഇത് എത്ര വരും, R-2 ആണ് വരുന്നത്. അത് എന്തിനോട് ഈക്വൽ ആണ്, ഇതും ഇതിന്റെ മൾട്ടിപ്ലിക്കേഷനോട് ഈക്വൽ ആണ്. അതായത് പി എക്സ് ഇൻറ്റു പി വൈനോട് ഈക്വൽ ആണ്. അപ്പോൾ പി എക്സ് എന്ന് പറഞ്ഞാൽ എത്രയാണ്, 4 ആണ് വരുന്നത്. പി വൈ എന്ന് വെച്ചാൽ 3 ആണ് വരുന്നത്. മനസ്സിലായല്ലോ. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം R² - 2² ഈസ് ഈക്വൽ ടു 12 എന്ന് നമുക്ക് എഴുതാം. ഓക്കെ ആണല്ലോ. ദെൻ R² - 4 ഈസ് ഈക്വൽ ടു 12 എന്ന് എഴുതാം. R² ഈസ് ഈക്വൽ ടു 12 + 4 വരും, 16 വരും അല്ലേ. അപ്പം R ഈസ് ഈക്വൽ ടു √16, ദാറ്റ് ഈസ് ഈക്വൽ ടു 4. അപ്പോൾ റേഡിയസ് അല്ലേ കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നത്. റേഡിയസ് എത്ര കിട്ടി, 4 എന്ന് കിട്ടി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. 21. ഇൻ ദ ഫിഗർ എ ബി സി ഡി ഈസ് എ റോംബസ്. ഫിഗർ നോക്കട്ടെ. എ ബി സി ഡി എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു റോംബസ് ആണ്. ആംഗിൾ എ ബി ഓഫ് 40 ഡിഗ്രി കണ്ടില്ലേ. ഇതെന്ന് പറയുന്നത് 40 ഡിഗ്രി, എ ബി ഓഫ് 40 ഡിഗ്രി ആണെന്ന് തന്നിട്ടുണ്ട്. ഫൈൻഡ് ദ ലെങ്ത്സ് ഓഫ് ഒ എ ആൻഡ് ഒ ബി. ഇത് ഈ ലെങ്തും അതുപോലെ തന്നെ ഈ ലെങ്തും കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. മനസ്സിലായല്ലോ. അപ്പൊ നമുക്കറിയാം ഇവിടെ ഇത് 30 തന്നിട്ടുണ്ട്. അപ്പം ഈ ലെങ്ത് നമുക്ക് കണ്ടുപിടിക്കാം. ഇവിടുത്തെ ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. ഇത് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. അപ്പോൾ നമുക്ക് എന്താണ് ഈ ഒരു ലെങ്ത് കണ്ടുപിടിക്കാൻ സാധിക്കും, AO കണ്ടുപിടിക്കാൻ സാധിക്കും, അല്ലെങ്കിൽ OA കണ്ടുപിടിക്കാൻ സാധിക്കും. എങ്ങനെയാണ്, sin 40 ഇല്ലേ. sin 40 ഈസ് ഈക്വൽ ടു എങ്ങനെയാണ്, OA ഡിവൈഡഡ് ബൈ AB എന്ന് എഴുതാം ഇല്ലേ. അപ്പം നമുക്കറിയാം OA ഡിവൈഡഡ് ബൈ AB എന്ന് പറഞ്ഞാൽ എത്രയാണ്, 5 ആണ് തന്നിരിക്കുന്നത്. പിന്നെ sin 40യുടെ വാല്യൂ കൂടെ കൊടുക്കാം. sin 40യുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ പോയിന്റ് എത്രയാണ്, 6428 വരും കേട്ടോ. 28 ഈസ് ഈക്വൽ ടു OA ഡിവൈഡഡ് ബൈ 5 എന്ന് വരും. ഓർ OA ഈസ് ഈക്വൽ ടു 5 ഇൻറ്റു 0.6428 എന്ന് വരും. മനസ്സിലായല്ലോ OA. അപ്പോൾ അത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നത് 3.214 എന്ന് വരും കേട്ടോ. 3.214 സെൻറ്റിമീറ്റർ എന്ന് വരും. മനസ്സിലായല്ലോ. അപ്പോൾ നമുക്ക് OA കിട്ടി. ഇനി OB കണ്ടുപിടിക്കാൻ മേലെ ഇതുപോലെ തന്നെ OB കണ്ടുപിടിക്കാമല്ലോ. ഇതും വെച്ചിട്ട് ഇല്ല. അതായത് കോസ് ഇല്ലേ, കോസ് 40 ഈസ് ഈക്വൽ ടു OB ഡിവൈഡഡ് ബൈ AB എന്ന് എടുക്കാം. ദെൻ OB ഈസ് ഈക്വൽ ടു എങ്ങനെയാണ്, AB ഇൻറ്റു കോസ് 40 അല്ലേ. AB എന്ന് പറഞ്ഞാൽ 5 ആണ്. 5 ഇൻറ്റു കോസ് 40യുടെ വാല്യൂ എന്ന് പറയുന്നത് 0.7660 എന്ന് വരും. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ എന്ന് പറഞ്ഞിരിക്കുന്നത് 3.83 എന്ന് വരും കേട്ടോ. 3.83. അപ്പം OAയും കിട്ടി, OBയും കിട്ടി. മനസ്സിലായല്ലോ. ആദ്യത്തെ പാർട്ട് കിട്ടി. ഇനി രണ്ടാമത്തെ പാർട്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. കാൽക്കുലേറ്റ് ദ ലെങ്ത്സ് ഓഫ് ദ ഡയഗണൽസ് ഓഫ് ദ റോംബസ്. ഈ റോംബസിന്റെ ലെങ്ത് ഇല്ലേ, ഡയഗണലിന്റെ ലെങ്ത് കണ്ടുപിടിക്കാനല്ലേ ചോദിച്ചിരിക്കുന്നത്. ലെങ്ത് എങ്ങനെ കണ്ടുപിടിച്ചാൽ മതി. ഞാൻ നോക്കുക, AO കിട്ടിയല്ലോ. AO കിട്ടി. ദെൻ അതിന്റെ ഇരട്ടി ആയിരിക്കുമല്ലോ OC എന്ന് പറഞ്ഞിരിക്കുന്നത്. AO നമുക്ക് ഇവിടെ കിട്ടിയല്ലോ. ദെൻ അതേ 2 ഇൻറ്റു അത് കണ്ടുപിടിച്ചാൽ പോരെ. നമുക്ക് എന്താണ് അതിൻ്റെ ഒരു ഡയഗണൽ കിട്ടും. അതുപോലെ ഈ ഡയഗണലും കിട്ടുമല്ലോ. നമുക്ക് ഈ ലെങ്ത് അറിയാം. അപ്പോൾ 2 ഇൻറ്റു ആ ലെങ്ത് കണ്ടുപിടിച്ച് വെച്ചാൽ മതി. മനസ്സിലായല്ലോ. അപ്പം AC എന്ന് പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്, AC ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു OA എന്ന് കൊടുക്കാം. അപ്പം OA നമുക്ക് ഓൾറെഡി ഇവിടെ കിട്ടി. എത്രയാണ്, 2 ഇൻറ്റു 3.214 എന്ന് വരും. മനസ്സിലായല്ലോ. അപ്പോൾ ആൻസർ വരുന്നത് 6.428 എന്നാണ് ആൻസർ വരുന്നത്. മനസ്സിലായല്ലോ. അതുപോലെ തന്നെ BD ഇല്ലേ. BD എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്, 2 ഇൻറ്റു ഇല്ലേ OB ആണ്. 2 ഇൻറ്റു OB ആണ്. അപ്പോൾ 2 ഇൻറ്റു OB നമുക്ക് ഇവിടെ കിട്ടിയായിരുന്നു 3.83 ആണ് കിട്ടിയത്. ദാറ്റ് ഈസ് ഈക്വൽ ടു 7.66 എന്ന് വരും കേട്ടോ. അത്രയും സെൻറ്റിമീറ്റർ. അപ്പം ACയും അതുപോലെ തന്നെ BDയും നമുക്ക് കിട്ടി. അതായത് എന്താണ്, ഡയഗണലും കിട്ടി.
അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക 21B ആണ് കേട്ടോ. 21 തന്നെയാണ്, അതിന്റെ ബി പാർട്ടാണ്. ദ ഫിഗർ സർക്കം സർക്കിൾ ഈസ് ഡ്രോൺ ടു എ ട്രയാങ്കിൾ ABC. കണ്ടോ, ട്രയാങ്കിൾ ABC സർക്കം സർക്കിൾ ഇവിടെ വരച്ചിട്ടുണ്ട്. AB ഈസ് ഈക്വൽ ടു 9 സെന്റിമീറ്റർ എന്നും പറഞ്ഞിട്ടുണ്ട്. ആംഗിൾ എന്താ നോക്കിയേ, ACB കേട്ടോ, ഇത് സി ആണ്. ACB എന്ന് വെച്ചാൽ 60 ഡിഗ്രി ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഫൈൻഡ് ദ റേഡിയസ് ഓഫ് ദി സർക്കിൾ. സർക്കിളിന്റെ റേഡിയസ് ആണ് നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത്. മനസ്സിലായല്ലോ. ഇത് നമുക്കറിയാം ഈക്വലായിട്ട് ട്രയാങ്കിൾ ആണല്ലോ. അപ്പൊ ദാ ഈ ആംഗിളും 60 ആണ്, ഈ ആംഗിളും 60 ആണ്. അപ്പൊ നമ്മളിവിടെ സെന്റർ ഇവിടെ കൺസിഡർ ചെയ്യുവാണ്. ഓക്കെ ആണല്ലോ, സെന്റർ കൺസിഡർ ചെയ്തു. ഈ സെന്ററിൽ നിന്ന് എന്താ നോക്കി, ഈ ഒരു കോഡിനെ ആസ്പദമാക്കി ഞാൻ ഇങ്ങനെ, അല്ലെങ്കിൽ സെന്ററിൽ കൂടെ ഞാൻ ഇങ്ങനെ ഒരു ലൈൻ വരച്ചത്, ഇവിടെ ഒരു ആംഗിൾ വന്നു അല്ലേ. അപ്പൊ നമ്മൾ പഠിച്ചിട്ടുള്ള വേറൊരു റൂൾ ഉണ്ട് അല്ലേ. ഇതാ നോക്കിയേ, ഈ ആംഗിൾ സിയും ഇവിടുത്തെ ഒരു ആംഗിൾ ഞാൻ പേര് കൊടുക്കുകയാണ്, ഡി എന്ന് കൊടുക്കുകയെന്ന് വെച്ചു. ഈ സിയും ഡിയും ഒരുപോലെ ഒരേ ആംഗിളിലെ വരത്തുള്ളൂ, സെയിം കോഡിൽ നിന്ന് വരുന്നത്. അപ്പം ഇത് എത്രയായിരിക്കും, ഇതും 60 ഡിഗ്രി ആയിരിക്കും. മനസ്സിലായല്ലോ. ഇനി ഇതാ ഞാൻ ഇവിടുന്ന് ഇതാ ഇങ്ങോട്ട് ഇങ്ങനെ ഒന്ന് ജോയിൻ ചെയ്യുവാണ്. ഇതാ ഈ സെന്ററിലേക്ക് ഇവിടെ അങ്ങ് ജോയിൻ ചെയ്യും. അപ്പൊ ഇതാ നോക്കി, ഇത് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആയി. നമുക്ക് റേഡിയസ് അല്ലേ കണ്ടുപിടിക്കേണ്ടതായിട്ടുള്ളൂ. അപ്പൊ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ നമുക്ക് അവിടെ കിട്ടി. മനസ്സിലായല്ലോ. ഇത് സെന്റർ ആണ്, ഒന്നും കൊടുത്തു. അപ്പൊ ഇതാ നോക്കിയേ, നമുക്ക് റേഡിയസ് ഏത് കണ്ടുപിടിക്കാമല്ലോ. ഇത് ടോട്ടൽ 9 സെന്റിമീറ്റർ ആണ്. അപ്പൊ ഇതിന്റെ പകുതി എത്രയായിരിക്കും, ഇവിടെ 4.5 വരും. ഇതാ ഈ ആംഗിൾ എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും, ഇത് ടോട്ടൽ 60 ആണ്, ഈ ആംഗിൾ എത്രയാണ്, 30 ആണ് വരുന്നത്. മനസ്സിലായല്ലോ. അപ്പൊ ഇതാ നോക്കിയേ, ഈ ഒരു ലെങ്ത് കണ്ടുപിടിക്കാമല്ലോ, AO കണ്ടുപിടിക്കാമല്ലോ. ഈ ഒരു സൈഡ് ഉണ്ട് ഇല്ല. അപ്പൊ എങ്ങനെയാണ്, cos 30 വെച്ച് നമുക്ക് കണ്ടുപിടിക്കാം. cos 30 ഈസ് ഈക്വൽ ടു, ഇതാ ഇവിടെ ഞാനൊരു പേര് കൊടുക്കുകയാണ്, P എന്ന് കൊടുക്കുക കേട്ടോ. അതായത് cos 30 ഈസ് ഈക്വൽ ടു അഡ്ജസൻറ്റ് സൈഡ് AP ഡിവൈഡ് ബൈ ഹൈപ്പോട്ന്യൂസ് AO കൊടുക്കാം ഇല്ലേ. നമുക്ക് AO കണ്ടുപിടിക്കണം. അപ്പം AO ഈസ് ഈക്വൽ ടു AP ഡിവൈഡ് ബൈ cos 30. AP എന്ന് പറഞ്ഞിരിക്കുന്നതാണ് 4.5 ആണ് വരുന്നത്. ദെൻ cos 30യുടെ വാല്യൂ √3/2 വരും ഇല്ലേ. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 2/√3 ഇൻറ്റു 4.5 എന്ന് വരും. അപ്പോൾ എത്ര വരും ആൻസർ, 4.5 ഇൻറ്റു 2 എന്ന് പറയുമ്പോൾ എത്രയാണ്, 9 വരും അല്ലേ. 9/√3 വരും. √3 മാറ്റണമെന്നുണ്ടെങ്കിൽ നമുക്ക് താഴെ മേളിൽ ഒരു √3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ എത്ര വരും, 9√3 ഡിവൈഡ് ബൈ 3 എന്ന് വരും. ഇതൊന്ന് ക്യാൻസൽ ആയിട്ട് പോയിട്ട് 3 വരും. അപ്പോൾ ആൻസർ എത്ര വരും, 3√3 എന്ന് വരും ഇല്ലേ. AO എന്ന് വെച്ചാൽ എന്താണ്, റേഡിയസ് ആണ്. കണ്ടില്ലേ, ഇതല്ലേ ഈ റേഡിയസ് അല്ല. റേഡിയസ് എത്ര കിട്ടി, 3√3 ഇല്ലേ. AO അല്ലെങ്കിൽ എന്താണ്, റേഡിയസ് ഇല്ലേ. റേഡിയസ് എത്രയാണ് വന്നത്, 3√3 എന്ന് വരും കേട്ടോ. 3√3 സെന്റിമീറ്റർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ഇൻ ദ പിക്ചർ PS ഈസ് പെർപെൻഡിക്കുലർ ടു QR. പിക്ചർ നോക്കട്ടെ, PS എന്ന് പറഞ്ഞിരുന്നത് QR പെർപെൻഡിക്കുലർ ആണ്. PQ എന്ന് പറഞ്ഞിരിക്കുന്നത് 8 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. ആംഗിൾ Q 30 ഡിഗ്രി പറഞ്ഞിട്ടുണ്ട്. ആംഗിൾ R 45 ഡിഗ്രി എന്ന് പറഞ്ഞിട്ടുണ്ട്. PS ആണ്, ദാ ഈ ലെങ്ത് ആണ് അവിടെ കണ്ടുപിടിക്കേണ്ടത് ഇല്ലേ. ആ ലെങ്ത് നമുക്ക് അവിടെ കണ്ടുപിടിക്കാമല്ലോ. എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്, ഏത് ഇത് വെച്ചെടുക്കണം, സൈൻ വെച്ചെടുക്കണം അല്ലേ. സൈൻ 30 ഈസ് ഈക്വൽ ടു PS ഡിവൈഡ് ബൈ PQ എന്ന് എഴുതാം ഇല്ലേ. അപ്പൊ PS ഈസ് ഈക്വൽ ടു PQ ഇൻറ്റു സൈൻ 30 എടുക്കാം അല്ലേ. PQ ഇവിടെ തന്നിട്ടുണ്ട് 8 ആണ്. സൈൻ 30 എന്ന് പറയുമ്പോൾ എത്രയാണ് വരുന്നത്, 1/2 ആണ് വരുന്നത് ഇല്ലേ. അപ്പോൾ എത്ര വരും, 4 എന്ന് ആൻസർ വരും ഇല്ലേ. അപ്പോൾ നമുക്ക് കിട്ടി PS എത്രയാണ്, 4 സെന്റിമീറ്റർ എന്ന് കിട്ടി ഇല്ലേ. PS 4 സെന്റിമീറ്റർ. then അടുത്ത എന്താണ് ചോദിച്ചിരിക്കുന്നത്, കാൽക്കുലേറ്റ് ദി ഏരിയ ഓഫ് എ ട്രയാങ്കിൾ PQR. PQR ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഹൈറ്റ് കിട്ടി. PS എത്രയാണ്, നമുക്ക് 4 എന്ന് കിട്ടിയില്ലേ. നമുക്കറിയാം എന്താന്ന് നോക്കി, ഇത് 45 ഡിഗ്രിയാണ്. ഇതും അപ്പോൾ എത്രയായിരിക്കും, 45 ഡിഗ്രി ആയിരിക്കില്ലേ വരുന്നത്. ഇത് എത്രയാണ്, 90 ഡിഗ്രിയാണ് വരുന്നത് അല്ലേ. അപ്പോൾ ഇതാ നോക്കിയേ, ഈ ഒരു സൈഡ് 4 ആവുകയാണെന്നുണ്ടെങ്കിൽ ഇതാ ഈ സൈഡ് എത്രയായിരിക്കും, 4 സെന്റിമീറ്റർ തന്നെ ആയിരിക്കും അല്ലേ വരുന്നത്. മനസ്സിലാവുന്നല്ലോ പറഞ്ഞു. അങ്ങനെ ആവുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നോക്കിയാൽ ഈ QS കൂടെ കണ്ടുപിടിച്ചത് പോരെ, ബേസ് വേണമല്ലോ. QS കൂടെ കണ്ടുപിടിക്കാൻ മതിയല്ലോ. QS എത്രയാണ് വരുന്നത്, ഇത് ഞാൻ നോക്കി, ഇത് 30 ആണ്. അപ്പോൾ ഈ ആംഗിൾ എത്ര വരും, 60 വരും അല്ലേ. ഇത് 60 വരും, ഇത് 90 ആണല്ലോ വരുന്നത്. അപ്പോൾ ഞാൻ നോക്കി ഇവിടെ 30:60:90 എന്നുള്ള ആ റേഷ്യോ എടുക്കുകയാണെങ്കിൽ ഇവിടെ 8 വന്നു അല്ലേ. അവിടെ 8 വന്നു, ഇവിടെ 4 ആണ് വരുന്നത്. അപ്പോൾ ഇവിടെ എത്ര വരും, 4√3 വരുമല്ലോ. മനസ്സിലായല്ലോ. അപ്പൊ നമുക്ക് ഏരിയ കണ്ടുപിടിക്കാമല്ലോ. ഏരിയ ഈസ് ഈക്വൽ ടു ഹാഫ് BH വെച്ച് കണ്ടുപിടിക്കാമല്ലേ. കിട്ടിയല്ലോ. ഹാഫ് ഇൻറ്റു ബേസ് എത്ര വരും, 4√3 പ്ലസ് 4 വരും അല്ലേ. അതായത് 4√3 പ്ലസ് 4 ആണ് ബേസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഹൈറ്റ് എത്രയാണ് വന്നിരിക്കുന്നത്, 4ഉം വന്നു. ശരിയാണല്ലോ. അപ്പോൾ എത്ര വരും, ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2. ഇത് നിങ്ങളുടെ ക്യാൻസൽ ചെയ്തിടണം. ഇവിടെ 2 വരും കേട്ടോ. അപ്പോൾ ഇത് എത്രയാണ് വരുന്നത്, ഇവിടെ എത്ര വരും, 2 × 4√3 പ്ലസ് 4 വരും ഇല്ല. അപ്പോൾ എത്രയാണ് വരുന്നത്, മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 8√3 പ്ലസ് 8 എന്ന് വരും ഇല്ലേ. അത്രയും സെന്റിമീറ്റർ സ്ക്വയർ എന്ന് വരും ഏരിയ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. എ ചൈൽഡ് 1.6 meters tall standing in the school ground sees the top of the flag post at an angle of elevation 35 degree.
stepping 10 centimeters forward towards the flag post, sees it an angle of elevation 60 degree. Draw a rough figure based on the given data എന്നാണ് പറയുന്നത്. ഈ ഡേറ്റ വെച്ചിട്ട് ഒരു ഫിഗർ വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ എന്താണ് പറയുന്നത്? ഒരു കുട്ടി ഒരു 1.6 മീറ്റർ ഹൈറ്റ് ഉള്ള കുട്ടിയാണ്. ഫ്ലാഗ് പോസ്റ്റ് കാണുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഫ്ലാഗ് പോസ്റ്റ് ഇതാ ഇവിടെയാണെന്ന് ചോദിച്ചു. ഇതാണ് ഫ്ലാഗ് പോസ്റ്റ് എന്ന് ചോദിച്ചു. ഈ ഫ്ലാഗ് പോസ്റ്റ് ഒരു കുട്ടി കാണുവാണ്. കുട്ടിയുടെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഇതാണ് ഗ്രൗണ്ട് കേട്ടോ. കുട്ടിയുടെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കിയാൽ 1.6 ഹൈറ്റ് ഉള്ള ഒരു കുട്ടിയാണ് ഈ ഫ്ലാഗ് പോസ്റ്റ് കാണുന്നത്. അപ്പോൾ അതെങ്ങനെയാണ്? ആദ്യമേ കാണുന്ന ആംഗിൾ എന്ന് പറഞ്ഞിരിക്കുന്നത് എത്രയാണ്? ഇവിടെ പറഞ്ഞിട്ടുണ്ട്. എത്രയാണ്? 35 ഡിഗ്രിയിലാണ് ആദ്യമേ കാണുന്നത്. പിന്നെ ആ കുട്ടി ഒരു 10 മീറ്റർ ഇങ്ങോട്ട് നടന്നു. ഒരു 10 മീറ്റർ ഇങ്ങോട്ട് നടന്നിട്ട് അതാ ഇവിടുന്ന് എത്ര ആംഗിളിലാണ് കാണുന്നത്? 60 ഡിഗ്രി ആംഗിളിലും കാണുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടല്ല 60 ഡിഗ്രി ആംഗിളിലുമാണ് കാണുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ ഇതാണ് ഫിഗർ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഈ ഫ്ലാഗ് പോസ്റ്റിന്റെ ഹൈറ്റിനെ ഞാൻ സപ്പോസ് ഞാൻ നോക്കിയാൽ ഇതാ ഇങ്ങനെ എ ബി എന്ന് പേര് കൊടുത്തു. ഫ്ലാഗ് പോസ്റ്റിന്റെ ഹൈറ്റ് ഇനി എ ബി ഇതാ ഈ ഒരു പോയിന്റ് ഞാൻ സി എന്ന് കൊടുത്തു. ഇവിടുത്തെ ഈ പോയിന്റ് ഉണ്ട്, ഇത് ഞാൻ ഡി എന്നും കൊടുക്കുവാണ്. ഇതാ ഇവിടുത്തെ ഈ പോയിന്റ് ഞാൻ ഇ എന്നും കൊടുത്തു. മനസ്സിലായല്ലോ? അപ്പോൾ നമുക്ക് ആദ്യമേ ട്രയാങ്കിൾ എ ഇ സി കൺസിഡർ ചെയ്യുക. എ ഇ സി കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ടാനിന്റെ കേസ് എടുക്കാം. എന്താ ഈ എ സി കണ്ടുപിടിക്കണല്ലോ. ഈ ഹൈറ്റ് നമുക്കറിയാം 1.6 ആണ്. ഈ എ സി കണ്ടുപിടിക്കണം. മനസ്സിലായല്ലോ? അപ്പോൾ അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആദ്യമേ ട്രയാങ്കിൾ എ ഇ സി കൺസിഡർ ചെയ്യുവാണ്. എ ഇ സി കൺസിഡർ ചെയ്യുമ്പോൾ എന്താ ഈ ആംഗിളോട്ട് ടാൻ 35 എടുക്കുവാണ്. ടാൻ 35 ഈസ് ഈക്വൽ ടു ദാ ഇത് എ സി ഡിവൈഡ് ബൈ ഇ സി എന്ന് വരും കേട്ടോ. ഇ സി എ സി ഡിവൈഡ് ബൈ ഇ സി എന്ന് വരും. നമുക്കപ്പോൾ എ സി ഈസ് ഈക്വൽ ടു എങ്ങനെയാണ്? ഇ സി ഇൻറ്റു ടാൻ 35 എന്ന് എടുക്കാം അല്ലേ? ഈ ഇ സി എന്ന് പറഞ്ഞാൽ ഇത്ര ഉണ്ട് അല്ലേ? നമുക്ക് പക്ഷേ ഇവിടെ ഇത് മാത്രമേ അറിയത്തുള്ളൂ. അപ്പോൾ ഇതിനെ ഞാൻ സപ്പോസ് എക്സ് എന്ന് എടുക്കുവാണ്. അപ്പോൾ നമുക്ക് ഇ സിക്ക് പകരം എങ്ങനെ എഴുതാം? ദാറ്റ് ഈസ് 10 + x എന്ന് എഴുതാം. 10 + x ഇൻറ്റു ടാൻ 35ന്റെ വാല്യൂ എന്ന് പറഞ്ഞിരിക്കുന്നത് 0.7 വരും കേട്ടോ. 0.7 കിട്ടി എ സി. മനസ്സിലായല്ലോ? ഇനി അതുപോലെ തന്നെ അടുത്ത ട്രയാങ്കിൾ എ ഡി സി കൺസിഡർ ചെയ്യുക. മനസ്സിലായല്ലോ? ട്രയാങ്കിൾ എ ഡി സി കൺസിഡർ ചെയ്യുവാണ്. അപ്പൊ അതിന്റെ കേസിൽ നമുക്ക് എടുക്കാമല്ലോ. ടാൻ 60 അല്ലെ? ടാൻ 60 ഈസ് ഈക്വൽ ടു എ സി ഡിവൈഡ് ബൈ ഇതുകൊണ്ടല്ലേ ഡി സി എന്ന് എടുക്കാം. അവിടെ നമുക്ക് എ സിനെ എങ്ങനെ എഴുതാം? എ സി ഈസ് ഈക്വൽ ടു ഡി സി ഇൻറ്റു ടാൻ 60 എന്ന് എഴുതാം. ഓർ എ സി ഈസ് ഈക്വൽ ടു ഡി സി എക്സ് ആണ്. ടാൻ 60യുടെ വാല്യൂ എന്ന് പറഞ്ഞിരിക്കുന്നത് 1.7 വരും. മനസ്സിലായല്ലോ? അപ്പോൾ നമുക്ക് ഇവിടെ ഒരു എ സിയും കിട്ടി, ഇവിടെ ഒരു എ സിയും കിട്ടി. നമുക്ക് രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്യാമല്ലോ. ഇക്വേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെ കിട്ടും? എക്സ് ഇൻറ്റു 1.7 ഈസ് ഈക്വൽ ടു ഇവിടെ എങ്ങനെയാണ്? 10 + x ഇൻറ്റു 0.7 എന്ന് എടുക്കാം അല്ലേ? 0.7 ആണ്. അപ്പോൾ ഇവിടെ ഞാനങ്ങ് മൾട്ടിപ്ലൈ ചെയ്യുവാണ് കേട്ടോ ഇതിനെ. അപ്പം 10 ഇൻറ്റു 0.7 എന്ന് പറയുമ്പോൾ 7 വരും അല്ലേ? 7 + x ഇൻറ്റു 0.7 വരും. എക്സ് ഇൻറ്റു 0.7 ലെഫ്റ്റ് സൈഡ് എക്സ് ഇൻറ്റു 1.7 ആണ് കിടക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പം എന്താ ഈ എക്സ് ഇൻറ്റു 0.7 ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരുവാണ്. അപ്പം എങ്ങനെ എടുക്കാം? എക്സ് ഇൻറ്റു 1.7 മൈനസ് എക്സ് ഇൻറ്റു 0.7 അല്ലേ? എക്സ് ഇൻറ്റു 0.7 ഈസ് ഈക്വൽ ടു 7 എന്ന് എഴുതി. രണ്ടിടത്തു നിന്ന് നമുക്ക് എക്സ് വെളിയിൽ എടുക്കുകയാണെങ്കിൽ എക്സ് ഇൻറ്റു 1.7 മൈനസ് 0.7 എന്ന് എടുക്കാം. ഈസ് ഈക്വൽ ടു 7 വരും. 1.7 നിന്ന് 0.7 പോയി കഴിഞ്ഞാൽ എത്രയാണ് വരുന്നത്? 1 ആണ് വരുന്നത്. അപ്പോൾ എക്സ് ഇൻറ്റു 1 ഈസ് ഈക്വൽ ടു 7 വരും. എക്സ് ഈക്വൽ ടു എങ്ങനെയാണ് വരുന്നത്? 7 വരും. അപ്പം എക്സ് എന്ന് വെച്ചാൽ ഈ ഡിസ്റ്റൻസ് നമുക്ക് എത്ര കിട്ടി? 7 എന്ന് കിട്ടിയല്ലോ. ഇനി നമുക്ക് കണ്ടുപിടിക്കാമല്ലോ, ഈ എ സി കണ്ടുപിടിക്കാമല്ലോ. അതായത് നമുക്ക് ടാൻ 60 തന്നെ വെച്ച് കണ്ടുപിടിക്കാം. ടാൻ 60 ഈസ് ഈക്വൽ ടു എ സി ഡിവൈഡഡ് ബൈ എങ്ങനെയാണ്? സി ഡി. അപ്പോൾ എത്ര വരും? എ സി ഈസ് ഈക്വൽ ടു എങ്ങനെയാണ്? എ സി ഈസ് ഈക്വൽ ടു സി ഡി ഇൻറ്റു ടാൻ 60 വരും അല്ലേ? സി ഡി നമുക്ക് ഇവിടെ കിട്ടി. എത്രയാണ്? 7 ആണ് വന്നതല്ലേ? അപ്പോൾ 7 ഇൻറ്റു ടാൻ 60 എന്ന് പറയുമ്പം എത്രയായിരുന്നു നമ്മളെടുത്ത്? 1.7 ആണ് എടുത്തത്. മനസ്സിലായല്ലോ? അപ്പം എ സി നമുക്ക് കിട്ടി 7 ഇൻറ്റു 1.7 ഇല്ല. അപ്പം ഈ ലെങ്ത് കിട്ടി. അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഈ ബി സി കൂടെ ആഡ് ചെയ്തത് പോലെ ടോട്ടൽ ഹൈറ്റ് കിട്ടിയല്ലേ? നമുക്ക് എങ്ങനെ എഴുതാം? ടോട്ടൽ ഹൈറ്റ് ഓഫ് ദി പോസ്റ്റ്, ഫ്ലാഗ് പോസ്റ്റ് കേട്ടോ. ഈസ് ഈക്വൽ ടു എ സി ഇല്ല. എങ്ങനെ എഴുതാം? എ സി പ്ലസ് ബി സി എന്ന് എഴുതാം. എ സി നമുക്കിവിടെ ഓൾറെഡി കിട്ടി 7 ഇൻറ്റു 1.7 ആണ്. അതിൻ്റെ കൂട്ടത്തിൽ ബി സി നമുക്കറിയാം കുട്ടിയുടെ ഹൈറ്റ് ആണല്ലേ? അപ്പം 1.6 കൂടെ ആഡ് ചെയ്യുക. അപ്പോൾ ടോട്ടൽ വരുന്നത് 13.5 മീറ്റർ എന്ന് വരും കേട്ടോ. ടോട്ടൽ ഹൈറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് 13.5 മീറ്റർ ആണ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. Two children of same height are standing on either side of an electric post.
First child sees the top of the electric post at an angle of elevation 40 degree and the second sees at 50 degree. Distance between the children is 10 meters and the height of children are 1.5 meters. രണ്ട് കുട്ടികളാണ്, സെയിം ഹൈറ്റ് ആണ്. അതൊരു ഇലക്ട്രിക് പോസ്റ്റിന് രണ്ട് സൈഡിൽ നിൽക്കുകയെന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ ഫസ്റ്റ് കുട്ടി ആ പോസ്റ്റ് കാണുന്നത് 40 ഡിഗ്രി എലിവേഷനിലും സെക്കൻഡ് കുട്ടി കാണുന്നത് 50 ഡിഗ്രി എലിവേഷനിലുമാണ്. രണ്ട് കുട്ടികളും തമ്മിലുള്ള ആ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞിരിക്കുന്നത് 10 മീറ്ററുമാണ്. കുട്ടികളുടെ ഹൈറ്റ് 1.5 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താണ് അവിടുത്തെ റഫ് ഫിഗർ വരയ്ക്കാൻ വേണ്ടിയിട്ടുണ്ട്. ഹൈറ്റ് ഓഫ് ദി ഇലക്ട്രിക് പോസ്റ്റും കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായല്ലോ? നമുക്ക് റഫായിട്ട് ഫിഗർ വരയ്ക്കാം. അപ്പോൾ എന്താണ് പറയുന്നത്? ഇലക്ട്രിക് പോസ്റ്റ് ഇതാണ് ഇലക്ട്രിക് പോസ്റ്റ്. ഇലക്ട്രിക് പോസ്റ്റിന്റെ അപ്പുറത്തുമായിട്ട് രണ്ട് കുട്ടികൾ നിൽക്കുകയാണ് അല്ലേ? ഇവിടെ നിൽക്കുകയാണ്. ആ കുട്ടികളുടെ ഹൈറ്റ് എന്ന് പറയുന്നത് സെയിം ഹൈറ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. എത്രയാണ്? 1.5. ഇതാണ് കുട്ടികളുടെ ഹൈറ്റ്. കണ്ടോ? ഇങ്ങനെ നമ്മൾ വരയ്ക്കണം. 1.5 ആണ് അവരുടെ ഹൈറ്റ്. ഒരാൾ കാണുന്നത് എത്ര ഡിഗ്രിയിലാണ്, എത്ര ആംഗിളിലാണ് ഒരാൾ കാണുന്നത്? ഇലക്ട്രിക് പോസ്റ്റിനെ കാണുന്നത് 40 ഡിഗ്രിയിൽ കാണുന്നുണ്ട് അല്ലേ? അപ്പോൾ ഒരാൾ 40 ഡിഗ്രിയിൽ കാണുന്നുണ്ട്. മറ്റേ ആൾ ഇവിടെ ഒന്ന് നോക്കുന്നുണ്ട്. അത് എത്രയാണ്? 50 ഡിഗ്രിയിലും കാണുന്നുണ്ട്. മനസ്സിലായല്ലോ? ഇനി എന്താണ് കുട്ടികൾ തമ്മിലുള്ള ഈ ഡിസ്റ്റൻസ്, ഇവിടുത്തെ ഈ ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 10 എന്നും പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായല്ലോ? 10 മീറ്റർ ആണ് കുട്ടികൾ തമ്മിലുള്ള ഹൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്, ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഈ ഹൈറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇലക്ട്രിക് പോസ്റ്റിന്റെ ഹൈറ്റ് ഇത്രയും വരും. മനസ്സിലായല്ലോ? അപ്പൊ നമുക്ക് പേര് കൊടുക്കാം. എങ്ങനെ കൊടുക്കാം? എന്താന്ന് നോക്കി, ഇവിടെ ഞാൻ പേര് കൊടുക്കണം. A, B, C കേട്ടോ. C ഇത് ഞാൻ D എന്ന് കൊടുത്തു കേട്ടോ. ഈ ഒരു പോയിന്റ് ഞാൻ E എന്നും കൊടുക്കുകയാണ്. മനസ്സിലായല്ലോ? അപ്പോൾ നമുക്ക് ഈ AD എന്ന് പറഞ്ഞിരിക്കുന്നതാണ് അവിടുത്തെ ഹൈറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് അല്ലേ? അപ്പോൾ നമുക്ക് നേരത്തെ കണ്ടതുപോലെ തന്നെ നമുക്ക് ഓരോ ട്രയാങ്കിളിൻ്റെ കേസിലും, അതായത് ABD എന്ന ട്രയാങ്കിളിൻ്റെ കേസിൽ ഈ ഹൈറ്റ് കണ്ടുപിടിക്കാം. അതായത് ABD ഇതാ നോക്കിയാൽ ABD ട്രയാങ്കിളിൻ്റെ കേസിൽ ഞാൻ tan 40 എടുക്കുകയാണ് കേട്ടോ. tan 40 ഈസ് ഈക്വൽ ടു AD കേട്ടോ. AD എന്ന് വെച്ചാൽ ഹൈറ്റ് ആണ്. ഞാൻ AD ഡിവൈഡഡ് ബൈ എങ്ങനെയാണ് വരുന്നത്? BD എന്ന് എടുക്കാം അല്ലേ? AD ഡിവൈഡഡ് ബൈ BD എന്ന് എടുക്കാം. മനസ്സിലായല്ലോ? അപ്പൊ ഇത് നമുക്ക് അറിഞ്ഞൂടാ. ഈ BD എന്ന് പറഞ്ഞിരിക്കുന്നത് നമുക്ക് അറിഞ്ഞൂടാ. ഇതിനെ ഞാൻ സപ്പോസ് X ആക്കി എടുക്കുകയാണ്. അപ്പൊ ഇത് എന്തായിട്ട് വരും? 10 - X ആക്കിയും വരും. മനസ്സിലായല്ലോ? അപ്പൊ നമുക്കറിയാം AD അല്ലെ? AD ഈസ് ഈക്വൽ ടു BD ഇൻറ്റു tan 40 എന്ന് എഴുതി കേട്ടോ. ദെൻ AD ആണ് ഹൈറ്റ് കേട്ടോ. അപ്പൊ BD എന്ന് പറഞ്ഞിരിക്കുന്നത് എത്രയാണ്? ഞാൻ X ആക്കി എടുത്തു. X ഇൻറ്റു tan 40. tan 40യുടെ വാല്യൂ എന്ന് വെച്ചാൽ 0.84 വരും കേട്ടോ. മനസ്സിലായല്ലോ? അപ്പം AD എന്ന് പറഞ്ഞിരിക്കുന്നത് എങ്ങനെ വന്നു? X ഇൻറ്റു 0.84 എന്ന് വന്നു. ഇനി അടുത്ത ട്രയാങ്കിളിൻ്റെ കേസിലും ഇതുപോലെ തന്നെ എടുക്കുകയാണ്. tan 50 എടുക്കുകയാണ്. tan 50 ഈസ് ഈക്വൽ ടു AD ഡിവൈഡ് ബൈ ഏതാണ് വരുന്നത്? CD എന്ന് വരും ഇല്ലേ? അപ്പോൾ അവിടെ നമുക്ക് AD എഴുതാം. AD ഈസ് ഈക്വൽ ടു CD ഇൻറ്റു tan 50 എന്ന് എഴുതി. CD എന്ന് പറഞ്ഞിരിക്കുന്നത് 10 - X വരും ഇല്ലേ? അപ്പം 10 - X ഇൻറ്റു tan 50യുടെ വാല്യൂ എന്ന് പറഞ്ഞിരിക്കുന്നത് 1.2 വരും. അപ്പോൾ അവിടെ നമുക്ക് AD കിട്ടി. മനസ്സിലായല്ലോ? ഇനി എന്താണ് ഈ രണ്ട് ADയും കൂടെ നമ്മൾ മുമ്പ് ചെയ്തതുപോലെ തന്നെ ഇക്വേറ്റ് ചെയ്യാം. അപ്പോൾ എങ്ങനെ വരും? X ഇൻറ്റു 0.84 ഈസ് ഈക്വൽ ടു 10 - X ഇൻറ്റു എന്താണ് വരുന്നത്? 1.2 എന്ന് വരും. ഇനി ഇത് മൾട്ടിപ്ലൈ ചെയ്യാം അല്ലേ? അപ്പോൾ എത്ര വരും? 10 ഇൻറ്റു 1.2 എന്ന് പറയുമ്പോൾ 12 വരും. 12 മൈനസ് 1.2 X എന്ന് വരും അല്ലേ? ലെഫ്റ്റ് സൈഡിൽ എത്ര വരും? 0.84 X എന്നാണ് ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്നത് അല്ലേ? മുമ്പേ ചെയ്തതുപോലെ തന്നെ നമുക്ക് ഈ ഇതിനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരിക. അപ്പോൾ 0.84 X പ്ലസ് 1.2 X ഈസ് ഈക്വൽ ടു 12 എന്ന് വന്നു. X നമ്മൾ വെളിയിലെടുത്തു. 1.2 പ്ലസ് 0.84 അല്ലേ? ഈസ് ഈക്വൽ ടു 12 എന്നും വന്നു. മനസ്സിലായല്ലോ? ദെൻ ഇത് ആഡ് ചെയ്യുക. അപ്പോൾ എങ്ങനെയാണ് വരുന്നത്? 1.2 പ്ലസ് 0.84 എന്ന് വരുമ്പോൾ 2.04 എന്ന് വരും. അതേ ഇൻറ്റു X ഈസ് ഈക്വൽ ടു 12 എന്ന് വന്നു. ഓർ X ഈക്വൽ ടു എത്രയാണ് വരുന്നത്? 12 ഡിവൈഡ് ബൈ 2.04 എന്ന് വരുവേ. അതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ 5.88 എന്ന് വരും. X എന്ന് പറഞ്ഞാൽ 5.8. അതായത് ഈ ഡിസ്റ്റൻസ് ഉണ്ടല്ലോ, ഇത് എത്രയാണ് വരുന്നത്? 5.88 എന്ന് വന്നു. മനസ്സിലായല്ലോ? അപ്പോൾ നമുക്ക് എന്താണ്? ഹൈറ്റ് ആണല്ലോ കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് ഈ ഡിസ്റ്റൻസും കിട്ടി. നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ സാധിക്കും? ഇവിടുത്തെ HE ഹൈറ്റ് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും അല്ലേ? അതായത് AD ആണല്ലോ. അപ്പം AD നമ്മൾ എഴുതിയായിരുന്നു ആദ്യത്തെ കേസിൽ. ഇത് കണ്ടില്ലേ? X കിട്ടി. അത് വെച്ച് നമുക്ക് AD കണ്ടുപിടിക്കാമല്ലോ. AD ഈസ് ഈക്വൽ ടു X ഇൻറ്റു 0.84 നമ്മൾ നേരത്തെ എഴുതിയായിരുന്നു ഇല്ല? അപ്പോൾ X എന്ന് പറഞ്ഞിരിക്കുന്നത് 5.88 ആണ് ഇൻറ്റു 0.84 വരും. അപ്പം AD എന്ന് പറഞ്ഞാൽ ഹൈറ്റ് ആണല്ലോ. AD എത്ര കിട്ടി? ദാറ്റ് ഈസ് ഈക്വൽ ടു 4.9 എന്ന് വരും AD. അതായത് ഇത്ര എന്ന് പറഞ്ഞിരിക്കുന്നത് എത്രയാണ്? 4.9 വന്നു. പിന്നെ ആ കുട്ടിയുടെ ഹൈറ്റും കൂടെ ആഡ് ചെയ്യണ്ടേ? മനസ്സിലായി? അപ്പം ഹൈറ്റ് ഓഫ് ഇലക്ട്രിക് പോസ്റ്റ് അല്ലെങ്കിൽ ടോട്ടൽ ഹൈറ്റ് എന്ന് എഴുതാം കേട്ടോ. ടോട്ടൽ ഹൈറ്റ് അല്ലെങ്കിൽ ഹൈറ്റ് ഓഫ് ഇലക്ട്രിക് പോസ്റ്റ് എന്ന് എഴുതുക കേട്ടോ. നിങ്ങൾ അങ്ങനെ എഴുതുക. ഹൈറ്റ് ഓഫ് ഇലക്ട്രിക് പോസ്റ്റ് ഈസ് ഈക്വൽ ടു 4.9 പ്ലസ് കുട്ടിയുടെ ഹൈറ്റ് 1.5.
അല്ലേ? അപ്പോൾ എത്ര വരും? ടോട്ടൽ എന്ന് പറയുമ്പോൾ 6.4 വരും കേട്ടോ. 6.4 മീറ്റർ ആണ് ആ ഇലക്ട്രിക് പോസ്റ്റിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. 24. ഇൻ ദ ഫിഗർ ദ സൈഡ്സ് ഓഫ് ദ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ എ ബി സി ടച്ചസ് ദ ഇൻസർക്കിൾ അറ്റ് ദ പോയിന്റ്സ് പി ക്യു ആർ. റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ എ ബി സി ആണ്. അത് പി ക്യു ആർ എന്ന് പറഞ്ഞിരിക്കുന്ന ആ സർക്കിൾ ഉണ്ടല്ലോ, അതിന്റെ ഇൻസർക്കിളിന്റെ ഓരോ പോയിന്റ് പി ക്യു ആർ എന്ന് പറഞ്ഞിരിക്കുന്ന പോയിന്റിൽ ടച്ച് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. എ ബി ഈസ് ഈക്വൽ ടു 6 സെന്റിമീറ്റർ ആണ്. എ ബി ഏതാണ്? ഇത് 6 സെന്റിമീറ്റർ ആണ്. ബി സി എന്ന് പറഞ്ഞിരിക്കുന്നത് നോക്കുക, ബി സി ടോട്ടൽ 10 സെന്റിമീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ എ സി എന്ന് പറഞ്ഞിരിക്കുന്നത് 8 സെന്റിമീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താണ് കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നത്? കാൽക്കുലേറ്റ് ദ ലെങ്ത് ഓഫ് ഈച്ച് ടാൻജൻസ് ഫ്രം ദ ഈച്ച് വെർട്ടെക്സ് ടു ദ പോയിന്റ് ഓഫ് കോണ്ടാക്ട്. അപ്പം ടാൻജൻസിന്റെ നീളം, ഓരോ വെർട്ടെക്സിൽ നിന്നുള്ള ടാൻജൻസിന്റെ നീളമാണ് ഇവിടെ കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്കറിയാവുന്ന കാര്യമാണ്, ഈ ഒരു വെർട്ടെക്സിനെ സംബന്ധിച്ചിടത്തോളം ഈ ലെങ്തും ഒരുപോലെയാണ്. സപ്പോസ് ഞാൻ എ പിനെ ഞാൻ എക്സ് എന്ന് കൊടുക്കുവാണ്, അല്ലേ? എ പിനെ എക്സ് എന്ന് കൊടുക്കുവാണെന്നുണ്ടെങ്കിൽ ഇത് ഇത്രയും പോർഷൻ എന്തായിട്ട് വരും? 6 - x ആയിട്ട് വരും. ഈ 6 - x ഇതും ഒരുപോലെയല്ലേ? അല്ലേ? മനസ്സിലാവുന്നുണ്ടോ? അപ്പം ഈ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞിരിക്കുന്നത് എന്ത് തന്നെയാണ്? 6 - ഇതെന്ന് പറഞ്ഞാൽ 6 - x എന്ന് വരും. ടോട്ടൽ ഇവിടെ 10 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇത്ര എന്ന് പറഞ്ഞിരിക്കുന്നത് 6 - x ആണ്. ദെൻ ഇത് എക്സ് ആവുകയാണെങ്കിൽ നോക്കി, ഇതും എക്സ് അല്ലേ വരുന്നത്? ഇതും എക്സ് ആണ് വരുന്നത്. അപ്പം ഈ ഡിസ്റ്റൻസ് ഇല്ലേ, ഈ ഡിസ്റ്റൻസ് എത്രയായിട്ട് വരും? ഇത്രോ, ഇല്ലേ? മനസ്സിലാക്കുക കേട്ടോ. ഈ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞിരിക്കുന്നത് 8 - x എന്ന് വരും. ഈ 8 - x തന്നെയല്ലേ ഇവിടെ ഈ ഡിസ്റ്റൻസും ഇതും ഒരുപോലെയാണ്. അപ്പം ഇതെത്രയാണ്? 8 - x ആണ് വരുന്നത്. മനസ്സിലാവുന്നല്ലോ? അപ്പം കാൽക്കുലേറ്റ് ദ ലെങ്ത് ഓഫ് ഈച്ച് ടാൻജൻസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. ഓരോ ടാൻജന്റിന്റെ ലെങ്ത് കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കുക, ആദ്യത്തെ ഇവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം. എ പിയും എ ആറും എങ്ങനെയാണ് ഈക്വൽ ആണെന്ന് നമുക്കറിയാം. നമുക്ക് എങ്ങനെ എഴുതാം കേട്ടോ. എ പി ഈസ് ഈക്വൽ ടു എ ആർ, ഇല്ലേ? അത് എത്രയാണ്? എക്സ് എന്നാണ് എടുത്തിരിക്കുന്നത്. അത് നമുക്ക് അറിഞ്ഞൂടാ. അതുപോലെ തന്നെ അടുത്ത കേസിൽ നമുക്ക് ഇവിടുന്ന് എടുക്കാം. അതായത് ബി പി ഈസ് ഈക്വൽ ടു ഏതാണ്? ബി ക്യു ആണ്, അല്ലേ? ബി പി ഈസ് ഈക്വൽ ടു ബി ക്യു ആണ്. അതായത് എത്രയാണ്? 6 - x ആണ്. ഓക്കെ ആണല്ലോ? അതുപോലെ തന്നെ നോക്കുക, ഇവിടുത്തെ ഈ വെർട്ടെക്സിന് നോക്കുക, സി ആർ, അല്ലേ? സി ആർ ഈസ് ഈക്വൽ ടു എത്രയാണ്? സി ക്യൂവിനോട് ഈക്വൽ ആണ്. അത് നമുക്ക് എങ്ങനെ എടുക്കാം? 8 - x എന്ന് എടുക്കാം. ഇനി നമുക്കറിയാം എന്തായാലും ഈ ടോട്ടൽ ഇവിടെ തന്നിട്ടുണ്ട്. ഈ ബി സി എന്ന് പറഞ്ഞിരിക്കുന്നതാണ് ബി സി ഈസ് ഈക്വൽ ടു, ബി സി എന്ന് പറഞ്ഞാൽ എന്താണ്? സി ക്യു പ്ലസ് ക്യൂ ബി ആണ് നമുക്കറിയാം. സി ക്യു നമുക്ക് അവിടെ എത്രയാണ്? 8 - x ആണ്. ദെൻ ക്യൂ ബി എന്ന് പറഞ്ഞിരിക്കുന്നത് എത്രയാണ്? 6 - x ആണ്, അല്ലേ? 8 - x പ്ലസ് 6 - x അത് എന്തിനോട് ഈക്വൽ ആണ്? അത് ടോട്ടൽ ഇവിടെ 10 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് 10നോട് ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, ഇല്ലേ? അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? 8 - x പ്ലസ് 6 - x ഈസ് ഈക്വൽ ടു 10 എന്ന് എടുക്കാം, ഇല്ലേ? അപ്പൊ എങ്ങനെ എടുക്കാം? 14 - 2x ഈസ് ഈക്വൽ ടു 10 എന്ന് എടുക്കാമല്ലോ. ഓർ -2x ഈസ് ഈക്വൽ ടു 10 - 14 എത്ര വരും? -4 വരും. ദെൻ അവധി നമുക്ക് എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാമല്ലോ. എക്സ് ഈക്വൽ ടു ഇവിടെ നോക്കിയാൽ -x ഈസ് ഈക്വൽ ടു -4 / 2 എന്ന് എഴുതാം, ഇല്ലേ? ഓർ ദാറ്റ് ഈസ് ഈക്വൽ ടു -2 വരും. ഓർ എക്സ് ഈക്വൽ ടു എത്രയാണ്? 2 എന്ന് വരും. അപ്പൊ എക്സിന്റെ വാല്യൂ നമുക്ക് കിട്ടിയല്ലോ, 2 എന്ന് കിട്ടി. അതായത് ഈ വാല്യൂ നമുക്ക് കിട്ടി, 2 എന്ന് കിട്ടി, അല്ലേ? അപ്പൊ അതായത് എ പി, അല്ലേ? എ പി ഈസ് ഈക്വൽ ടു എ ആർ ഈസ് ഈക്വൽ ടു എത്രയാണ്? 2 എന്ന് വന്നു. 2 സെന്റിമീറ്റർ എന്ന് വന്നു. ഓക്കെ ആണല്ലോ? അപ്പം ഈ ടാൻജന്റിന്റെ ലെങ്ത് കണ്ടല്ലോ, ഈ ടാൻജന്റ് ലെങ്ത് കണ്ടു. അതുപോലെ നമുക്ക് പി ബിയും ക്യൂ ബിയുടെ കണ്ടുപിടിക്കാൻ പറ്റല്ലേ? പി ബി, ഇല്ലേ? പി ബി ഈസ് ഈക്വൽ ടു ക്യൂ ബി, ഇല്ലേ? അത് എത്ര വന്നു? 6 - x ആണ്. അപ്പൊ എക്സിന്റെ വാല്യൂ നമുക്ക് എത്ര കിട്ടി? 2 ആണ് കിട്ടിയത്. അപ്പൊ 6 - 2 ഈസ് ഈക്വൽ ടു 4 എന്ന് കിട്ടി. അപ്പൊ എന്താണ്? പി ബി ഈസ് ഈക്വൽ ടു ക്യൂ ബി എന്ന് പറഞ്ഞാൽ എത്രയാണ്? 4 വന്നു. 4 സെന്റിമീറ്റർ എന്ന് വന്നു. മനസ്സിലായല്ലോ? ഇനി അതുപോലെ തന്നെ നമുക്കറിയാം എന്താണ്? സി ആർ, ഇല്ലേ? സി ആർ ഈസ് ഈക്വൽ ടു സി ക്യു ഈസ് ഈക്വൽ ടു 8 - x ആണ്. അവിടെ എക്സിന്റെ വാല്യൂ 2 ആണ് വരുന്നത്. അപ്പൊ എത്ര വന്നു? 6 എന്ന് വന്നു. മനസ്സിലായല്ലോ? അപ്പം 3 വാല്യൂം കിട്ടില്ല, ടാൻജന്റിന്റെ 3 വാല്യൂം കിട്ടിയില്ലേ? ഏതൊക്കെയാണ് വന്നത്? ആദ്യത്തെ നമുക്ക് എ പി എന്ന് പറഞ്ഞ എ ആർ 2 സെന്റിമീറ്റർ വന്നു. പിന്നെ അടുത്ത് വന്നു പി ബിയും ക്യൂ ബിയും 4 സെന്റിമീറ്റർ വന്നു. സി ആറും സി ക്യൂവും എത്ര വന്നു? 6 സെന്റിമീറ്ററും വന്നു. ഇനി അതിന്റെ സെക്കൻഡ് പാർട്ട് ഇവിടെ ക്വസ്റ്റ്യൻ ഉണ്ട്. പ്രൂവ് ദാറ്റ് ദ ക്വാഡ്രിലാറ്ററൽ എ പി ഒ ആർ ഈസ് എ സ്ക്വയർ. എ പി ഒ ആർ എന്ന് പറയുമ്പോൾ ഏതൊരും ഇവിടെ എ പി ഇവിടെ നോക്കിയോ ഒ ആർ, ഇത് കണ്ടല്ലേ? ഇതൊരു സ്ക്വയർ ആണെന്ന് പ്രൂവ് ചെയ്യാനും പറഞ്ഞിട്ടുണ്ട്.
ഇതിന്റെ ആൻസർ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതാ നോക്കുക, APO ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത് അല്ലേ. നമുക്കറിയാം ആംഗിൾ എയും അതുപോലെ തന്നെ ആംഗിൾ R ഇല്ലേ, അതൊക്കെ എന്താണ് 90 ഡിഗ്രി ആണെന്ന് നമുക്കറിയാം ഇല്ലേ. നമുക്ക് ഇവിടുന്ന് വരയ്ക്കുമ്പോഴേ കാണുമ്പോൾ അറിയാവുന്ന കാര്യമാണ് ടാൻജന്റ്. കാരണം ഇവിടെ ടാൻജന്റ് അല്ലേ വരയ്ക്കുന്നത്. അപ്പോൾ ഈ ആംഗിളും ഇല്ല, ഈ ആംഗിളും അതുപോലെ തന്നെ ആംഗിൾ ഇതും ഇല്ല, ആംഗിൾ P എന്ന് പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ് 90 ഡിഗ്രി ആണ്. അപ്പോൾ നമുക്കറിയാം ആംഗിൾ ഒയും എങ്ങനെയായിരിക്കും 90 ഡിഗ്രി ആയിരിക്കും. കാരണം ആംഗിൾ എയും ആംഗിൾ പിയും അതുപോലെ തന്നെ എങ്ങനെയാണ് 90 ഡിഗ്രി ആണ്. അതുകൊണ്ട് തന്നെയാണ് ആംഗിൾ ഒയും എങ്ങനെയായിരിക്കും 90 ഡിഗ്രി ആയിരിക്കുമല്ലോ. അപ്പോൾ എല്ലാ ആംഗിളും 90 ഡിഗ്രി ആകുമ്പോൾ നമുക്കറിയാമല്ലോ എന്തായിരിക്കും, അതൊരു സ്ക്വയർ ആയിരിക്കും. ഇനി ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരയ്ക്കാനുള്ളതാണ് കേട്ടോ. അവിടെ ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. ഞാൻ എൻ്റെ ആൻസേഴ്സും എങ്ങനെയാണ് വരയ്ക്കുന്നതിൻ്റെ ഒക്കെ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നിങ്ങളത് അതുപോലെ വരയ്ക്കുക. അതായത് ചിത്രം ഏകദേശം ഈ ഒരു രൂപത്തിലായിരിക്കും വരുന്നത് കേട്ടോ. 25th ക്വസ്റ്റ്യൻ എൻ്റെ ആൻസർ ഇങ്ങനെയാണ്. ഇനി 26th ഇതുപോലെ തന്നെ ട്രയാങ്കിൾ വിത്ത് സൈഡ്സ്, ട്രയാങ്കിൾ വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ ഇൻസർക്കിളും വരയ്ക്കാനാണ് പറഞ്ഞിട്ടുണ്ട്. അതും ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ അനുസരിച്ചിട്ട് പടം നിങ്ങൾ വരയ്ക്കുക കേട്ടോ. കോമ്പസ് ഒക്കെ ഉപയോഗിച്ചിട്ട് കൃത്യമായിട്ട് വരയ്ക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, ഈ ഫിഗറിൽ AB is a diameter of the circle AP is equal to 6 സെന്റിമീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. PB എന്ന് വെച്ചാൽ 4 സെന്റിമീറ്റർ പറഞ്ഞിട്ടുണ്ട്. ഫൈൻഡ് ദ ലെങ്ത് PC കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. PC കണ്ടുപിടിക്കാൻ നമുക്കറിയാം ഏത് മാർഗ്ഗമാണ്, നമ്മൾ ഇക്വേഷൻ ഉണ്ടല്ലോ, ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് കണ്ടുവച്ചാൽ മതി. അതായത് നമുക്ക് വിത്തിൻ തന്നെ കണ്ടുപിടിക്കാൻ സാധിക്കും. 6 × 4 = PC² ആണ് നമുക്കറിയാമല്ലോ. അപ്പം എങ്ങനെ കിട്ടും, 24 = PC² എന്ന് കിട്ടും. ഓർ PC = √24 എന്ന് വരും. അപ്പോൾ √24 നമുക്ക് എങ്ങനെ എഴുതാം, 6 × 4 എന്ന് എഴുതാം അല്ലേ. 6 × 4 എന്ന് എഴുതുവാണെങ്കിൽ √6 × 2 എന്ന് വരും. അതായത് 2√6 എന്ന് വരും കേട്ടോ, PC എന്ന് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഡ്രോ എ റെക്ടാംഗിൾ ഓഫ് സൈഡ്സ് 5 സെന്റിമീറ്റർ 4 സെന്റിമീറ്റർ. റെക്ടാംഗിൾ വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഡ്രോ എ സ്ക്വയർ ഓഫ് ദ സെയിം ഏരിയ, സെയിം ഏരിയയിൽ സ്ക്വയറും വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ചിത്രമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട്. അതനുസരിച്ചിട്ട് നിങ്ങൾ വരയ്ക്കുക കേട്ടോ. അപ്പോൾ ഇത്രയാണ് നിങ്ങളുടെ സെക്കൻഡ് ടൈം എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസും എൻ്റെ ആൻസേഴ്സും. അപ്പോൾ വരയ്ക്കാനുള്ളതൊക്കെ നിങ്ങൾ തന്നെ വരയ്ക്കുക കേട്ടോ. പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്തുകൊണ്ട് വരയ്ക്കാം. ഈ ക്വസ്റ്റ്യനും ആൻസറും എല്ലാം നിങ്ങൾ എടുത്തിട്ട് തന്നെ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക് യു.